ആഭ്യന്തരമന്ത്രി ചെയ്ത പണി നല്ല ഡീസന്റാ. ഗവൺമെന്റ് എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. പിന്നെ ഇതേമാതിരി പലതും ഉണ്ടാവും, കുറെ പിടിക്കാനുണ്ട് ഇനിയും ബാക്കി. ഈ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷമാണ് കുറെ മാറ്റങ്ങൾ ഉണ്ടായത്. സമൂഹത്തെ കാർന്നു നിന്ന വലിയൊരു വിപത്താണ് ലഹരി. അതിനെ പിടിച്ചു കെട്ടാൻ കേരള സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നത്? നമുക്ക് ചോദിച്ചറിയാം. വളരെ നല്ല കാര്യം തന്നെയാണ്. തൂഫാൻ കുറച്ച് വൈകിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു കൊറോണ കഴിഞ്ഞ ശേഷമുള്ള ഒരു സംഭവങ്ങളാണ് ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. അതിന് മുന്നേ അത്ര ഒരു ഇത് കണ്ടില്ല. ഈ കൊറോണയ്ക്ക് ശേഷം പല മാറ്റങ്ങളും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ഗവൺമെന്റ് എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേങ്കിൽ ഇനിയും അതിൻ്റെ ഒരു ഭാഗങ്ങളുണ്ട്. അത് വെച്ചാൽ ഇതിൽ കുറേ പൊളിറ്റിക്കലായിട്ട് കുറേ ഇതിൽ അംഗങ്ങൾ ഇതിൻ്റെ ഇതുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കി. അവരാണ് ഇതിൻ്റെ സപ്ലൈൻ്റെ ആളുകൾ. അത് നിർത്താതെ ഇത് നിൽക്കില്ല. അതാണ് ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എത്താൻ കാരണം. അത് നിർത്താതെ ഇത് നിൽക്കില്ല. അതാണ് അത് ഗവൺമെന്റ് തടയേണ്ടത്. പിന്നെ തൂഫാന്റെ ഭാഗമായിട്ട് ഇപ്പൊ നല്ല കാഴ്ചകളാണ് വരുന്നത്. ഒന്നാമത്തെ ഒരുപാട് പുള്ളികളെ പിടിച്ചിരിക്കും ഇവിടെ. പിന്നെ ഇവിടെ തന്നെ ഈ ലയൻസ് പാർക്ക് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരുപാട് രാത്രി കാലഘട്ടത്തിൽ കുറവുണ്ട് ഇവിടെ. ഇനിയുണ്ട്, ഒന്നും കൂടി തൂഫാൻ ഉഷാറായി മാറണം ഇവിടെ. മാറ്റങ്ങളുണ്ടല്ലോ, ജനങ്ങൾ നന്നായിട്ട് അതിനെ അനുകൂലിക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തുനിന്ന് പിടിക്കുന്നുണ്ടല്ലോ. മുമ്പത്തെ സർക്കാരിനെ അവരെല്ലാം ഒന്നും ചെയ്യാതിരുന്നു, ഇപ്പോൾ എല്ലാം പിടിച്ചു പോകുന്നുണ്ട്. ചേഞ്ചസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ കേസസ് ബുക്കില്ലേ, അപ്പോൾ നമ്മൾ ഹൈ പ്രൊഫൈലിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇന്നേരെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഉപയോഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ഇടയിലും. മറ്റേത് കൂളായിട്ട് എല്ലായിടത്തും ഇത് കിട്ടുമല്ലോ, സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇപ്പം അതൊക്കെ ഒന്ന് സ്റ്റോപ്പായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം കൊണ്ടുവന്നതിനെ കൊണ്ടല്ല ടീച്ചർമാരൊക്കെ പിടിക്കാൻ കഴിഞ്ഞു. വടകരയുള്ളത് അത് പിടിച്ച് അത് മറ്റോലെ കാലത്ത് മറ്റോലാക്കിയ ആളുകളാണ് ടീച്ചർമാർ. അവര് പണിക്കാണെന്നുള്ള പിന്നെ സർക്കാർ അറിയാൻ ഇനി ഓലും വേണ്ടി ചെയ്താണോന്ന് നമുക്കറിയില്ലല്ലോ. ഈ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷമാണ് കുറെ മാറ്റങ്ങൾ ഉണ്ടായത് ഇതിനെ പറ്റിയിട്ട്. കഴിഞ്ഞ 5 കൊല്ലം ഇതുപോലെ പോലീസ് തന്നെ ഉണ്ടായത്, ഈ സർക്കാർ തന്നെ ഉണ്ടായത്. ഇവൽക്കൊന്നും പിടിക്കാൻ കഴിയാത്ത ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടില്ല. അപ്പോൾ ഒരുപാട് സംഗതികൾ നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ട്. ഈ MDM കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്തിട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ബാങ്കുകളിലൊക്കെ പൈസ. നമ്മൾ ആഭ്യന്തരമന്ത്രി ചെയ്ത പണി നല്ല ഡീസന്റാ. ഇതിന് മുമ്പ് തുടങ്ങണമെന്നുള്ള ഒരു ഒറ്റ അഭിപ്രായക്കാരനാ. അല്ലാണ്ട് വേറെ ഒരു തെറ്റുകാരൻ അയാൾക്ക് ഞാൻ കാണുന്നില്ല. ഈ സർക്കാർ വന്നതിൻ്റെ അകത്തും അല്ലെങ്കിൽ ആദ്യമുള്ള സർക്കാരായാലും ശരി, ഈ പരിപാടി എപ്പോഴോ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ നാട്ടിൽ വരുന്ന ഇതുപോലുള്ള ലഹരി മാഫിയെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇതിനു മുന്നേ ഉള്ള സർക്കാരും തൂഫാൻ എന്നുള്ള പേരല്ല, പക്ഷെങ്കിൽ വേറൊരു പേരിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിന്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പക്ഷെങ്കിൽ അത്ര വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇതായിട്ടില്ല എന്നേ ഉള്ളൂ. നല്ലൊരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. നല്ലൊരു ഇതിൽ ആക്ഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഇനിയും ഉണ്ട് ഇതിനും കുറേ ഇതുകൊണ്ട് ഞങ്ങൾ കുറേ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രതികരിച്ചാൽ ഒരു ആക്ഷൻ എടുക്കില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വാർഡ് മെമ്പറിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷെ അവർ വരെ ഇത് പറയുന്നില്ല. അതാണ് എൻ്റെ സത്യം. ആ വാർഡ് മെമ്പറിനെ അറിയാം എന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുക, പക്ഷെ അവർ പറയില്ല. എന്തുകൊണ്ട് അവർ പറയില്ല? അവർക്ക് ഇതിലെന്തോ ഒരു ആളുകൾ പരിചയമുള്ള ആരൊക്കെ ഉണ്ടാവും. അതിൽ അവർക്ക് അല്ലെങ്കിൽ നാളെ പിന്നെ എന്താ പറയുക, ഇലക്ഷൻ വരുമ്പോൾ വോട്ടും കിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഭയപ്പാടിട്ടുള്ളത് പോലെയാണ് ഇത് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതേമാതിരി പലതും ഉണ്ടാവും, കുറെ പിടിക്കാനുണ്ട് ഇനിയും ബാക്കി. ഇവരെ ആക്കിയത് മറ്റേ സർക്കാർ ആക്കിയ പിന്നെ ഇതിൽ തിരികെ കയറ്റിയവരാണ് ഈ ചെയ്തു വെച്ച പണി. ഇതുപോലെ എത്ര സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളപ്പോൾ ആർക്കറിയാം. ഈ സാധനങ്ങളൊന്നും ആദ്യം ഇല്ലേനു, ആദ്യം ഇങ്ങനെ പിടിക്കുന്നില്ലല്ലോ ഇത്രത്തോനെ. അതിപ്പോഴും ഉണ്ട്, നല്ല കാര്യം തന്നെയാണ്. ഇന്നലെ 3-4 ടീച്ചർമാരെ പിടിച്ചല്ലോ ഇന്നലെ. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇനി അത് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. നല്ല കൈകാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നാടൊന്നും കൂടി നന്നാവും. പാൻ പരാഗ്, പാൻ മസാല അതൊക്കെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാം, നമുക്ക് ഇവിടെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ അവിടുത്തെ ആളുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സാധനം തന്നെ ഇവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഓലെ ഭക്ഷണ രീതിയാണുള്ളത്. അതാ. അപ്പോൾ അതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം. മയക്കുമരുന്നിന് നമ്മൾ എതിരെ തന്നെയാണ്. എന്നാലും നമുക്കതൊരു വിഷമമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളായാലും നിങ്ങളെ മക്കളായാലും നിങ്ങളായാലും ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഈ ഈ ടീച്ചേഴ്സിനൊന്ന് വെച്ചേക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാ. ആ ഓലെ കണ്ടിട്ടാണ് മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നത്. പോരാന്നുള്ളത് ഇനിയും മുമ്പോട്ടേക്ക് നീങ്ങണമെന്നുള്ളതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് അതിനെപ്പറ്റി വരുന്നത്. അത് എത്രയും വൃത്തിയായി കിട്ടുന്നതാണ് നമ്മളെ ആഗ്രഹം. അത്രയും നല്ല കാര്യമാണ് തൂഫാൻ. കുട്ടികളൊക്കെ ഇതിൽ നിന്ന് പിന്മാറാനും നല്ലൊരു കാര്യമാണ്. പിന്നെ എല്ലാ ദിക്കിലും അവർ പോയിട്ട് ചെക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. പോലീസുകാരൊക്കെ എല്ലാവരും പോയിട്ട് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ പരിശോധിക്കും. നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അധ്യാപികമാരൊക്കെ ഈ രംഗത്തുണ്ട് എന്ന് കണ്ടാൽ ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണത്തിൻ്റെ പിറകെ ഈ കാര്യത്തിന് അവർ പോകുന്നത്.